മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കുറേ ഡൗട്ട്സ്. ഏത് ആപ്പ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യണം, ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലായിരിക്കും നന്നായിരിക്കുക, പിന്നെ ഏത് ക്യാമറ ആപ്പാണ് ഫോട്ടോ എടുക്കുക അടിപൊളി, ഏത് ഫോണാണ്, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും. ബട്ട് ഇന്ന് നമുക്ക് അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകണം. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. അപ്പോൾ തുടങ്ങുകയല്ലേ. നമ്പർ 1 എന്ന് പറയുന്നത് വിച്ച് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഈസ് ബെറ്റർ ഇൻ ഫോൺ. മൊബൈലിൽ ഏതാണ് അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ 3 ആപ്പ് പറയാം. നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് കുറേ ആപ്സ് ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടമായിരിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇന്ന ആപ്പിൻ്റെ ഇഷ്ടമാണെന്നില്ല. സോ എൻ്റെ പേഴ്സണലായിട്ടുള്ള 3 ഞാൻ പറയാം. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് CCയിലാണ്, PS വേർഷനാണ്. അപ്പോൾ ഞാൻ മുമ്പ് കുറേ വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട്. സോ മൊബൈലിലെ തേർഡ് വൺ പിക്സാർട്ട് എന്ന് പറയുന്നത് കുറേ കൺജസ്റ്റഡ് ആണ്, കുറച്ച് യൂസർ ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ടായിരിക്കാം കുറേ പേര് പിക്സാർട്ടിൽ നിന്ന് ഇപ്പോൾ സ്നാപ്സീഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോയത്. ബട്ട് ഇപ്പോൾ തേർഡ് പൊസിഷൻ എൻ്റെ പേഴ്സണൽ റേറ്റിംഗ് റിവ്യൂവിൽ തേർഡ് പിക്സാർട്ട്, സെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് റൂം, ഫസ്റ്റ് എന്ന് പറയുന്നത് സ്നാപ്സീഡ്. ഇങ്ങനെയാണ് എൻ്റെ ഒരു അൽഗോരിതം ഓഫ് അവറേജിങ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്സ്. ഓക്കെ, അത് ലൈറ്റ് റൂം എന്ന് പറയുന്നത് കുറച്ചും കൂടി ആൾക്കാർ കുറച്ച് യൂസ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ സ്നാപ്സീഡ് അങ്ങനെയല്ല, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്കെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് മൈ വേ ഓഫ് അറേഞ്ച്മെൻറ്റ്. നമ്പർ 2 ഈസ് വിച്ച് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഈസ് ബെറ്റർ. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഫോണിൽ ഞാൻ കാര്യമായിട്ട് ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ തന്നെ പറയേണ്ട കുറേ പേര് എന്നോട് ചോദിച്ചു ഏതാ വീഡിയോ എഡിറ്റിംഗ് എന്ന്. PS വേർഷനാണ്, അഡോബ് പ്രീമിയർ പ്രോ CC ആണ് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ എഫക്ട്സ് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, കുറച്ചൊക്കെ അറിയത്തുള്ളൂ. സോ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം പ്രീമിയർ പ്രോയിൽ ചെയ്യണ വീഡിയോസാണ്. ഓക്കെ, ആൻഡ് ഫോണിൽ യൂസ് ചെയ്യുന്ന 3 എന്ന് പറയാൻ എനിക്കിപ്പോൾ ഞാൻ ഏതാ പറയാം. 3 എന്ന് പറയുന്നത് തേർഡ് വൺ സ്പ്ലൈസ്, അറിയില്ലേ, ഗോപ്രോ അവരുണ്ടാക്കിയ സംഭവമാണ് സ്പ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. സിമ്പിളാണ്, ക്ലീനാണ്, നീറ്റാണ്. ആൻഡ് സെക്കൻഡ് വൺ ഫിലിമോറ കുഴപ്പമില്ലാത്തൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈൻമാസ്റ്റർ. വേറെ എനിക്ക് പേഴ്സണലായിട്ട് വേറെ ഒന്നും തോന്നുന്നില്ല. സോ കൈൻമാസ്റ്റർ, സിമ്പിൾ. ദാറ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ടേക്ക് ബെറ്റർ ഫോട്ടോസ്, 1 സിമ്പിൾ ടിപ്പ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഒറ്റ സിമ്പിൾ ടിപ്പ് എന്ന് പറയാൻ ഇപ്പോൾ എനിക്കെന്താ പറയാം, ആംഗിൾ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ ആവരുത്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവുക. ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളെല്ലാവരും ടൂറൊക്കെ പോകുമ്പോൾ എടുക്കുന്നവരാണ് ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫർ. ഇങ്ങനെയായിരിക്കും ഫോട്ടോ എടുക്കുക. എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് എങ്ങനെയായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക. സോ അങ്ങനെ എല്ലാവരും അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് നിറയെ ഉണ്ടാവും. സോ പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്തിട്ട് ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കുക. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ കുറച്ച് താഴ്ത്തിയിട്ടോ മുകളിൽ ആ ഒരു ഫ്രെയിമിൽ ഏതാണോ നന്നായി ചുമ്മാ നോക്കുക. സ്ക്രീനിൽ കാണുമല്ലോ. ഓക്കെ, സ്ക്രീനിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതാണെന്ന് നമുക്ക് തോന്നുന്നത് അവിടെ നടക്കുക. ജസ്റ്റ് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാതെ പലതായിട്ട്. സോ അതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആകെയുള്ള ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു 4, ക്യാൻ ബി യൂസ് മാക്രോ ലെൻസ് ഇൻ ഡ്യുവൽ ക്യാമറ ഓർ ട്രിപ്പിൾ ക്യാമറ ഫോൺസ്. എനിക്ക് തോന്നുന്നു എല്ലാ ഡ്യുവൽ ക്യാമറ ട്രിപ്പിൾ ക്യാമറ ഫോൺസിലെല്ലാം ക്യാമറ ഓപ്പൺ ആവുന്ന ടൈമിൽ ഒറ്റ ലെൻസ് വർക്ക് ആവത്തുള്ളൂ. നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും പല ലെൻസിലേക്ക്. ഇപ്പോൾ പോർട്രേറ്റ് മോഡാണെങ്കിൽ ഒരു ലെൻസ്, പിന്നെന്താ വൈഡ് ആംഗിൾ ആണെന്ന് വെച്ചാൽ വേറെ ഇത് ഓഫായിട്ട് വേറെ അത് ഓൺ ആവും. ഓക്കെ, പിന്നെ നോർമലായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഈ 2 ഓഫായിട്ട് 3ാമത്തെ ലെൻസ് ഓപ്പൺ ആവും. മനസ്സിലായി? ട്രിപ്പിൾ ക്യാമറയുടെ കാര്യമാണ് വെച്ചാൽ അങ്ങനെയാണ് തോന്നുന്നു. ഞാൻ ട്രിപ്പിൾ ക്യാമറയുടെ ക്ലിയർ ആയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. ഡുവൽ ക്യാമറ ഉള്ള ഫോൺസിലൊക്കെ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ മാക്രോ ലെൻസ് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ലെൻസിൻ്റെ ക്യാപ്പ് മാറ്റിയിട്ടാൽ മതി. ലെൻസിൻ്റെ ഹോൾഡർ മാറ്റിയിട്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മെഗാ പിക്സൽ ഫോൺ ഈസ് ഐഡിയൽ ഫോർ ഫോട്ടോഗ്രാഫി. മെഗാ പിക്സൽ എന്ന് പറയുന്നത് ഒരു ക്യാമറയുടെ അല്ലാതെ ഒരു ഫോണിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ടായിരിക്കും മെഗാ പിക്സൽ വരിക. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു 12 MP എന്ന് പറയുന്നത് വേറെ കുറേ ചൈന ഫോണിൻ്റെ അല്ലാതെ ചൈന ക്യാമറയുടെ 12 MP അത്ര വരില്ല. മനസ്സിലായില്ലേ? അതിൽ 24 30 MP ആയിരിക്കും സാംസങ്ങിൻ്റെ 12 MP. അതുപോലെ തന്നെ ഐഫോണിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 12 MP ക്യാമറയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് മുഴുവനായിട്ട് കാണുന്നത് 12 MP ക്യാമറയിലാണ്. പക്ഷേ ഈ പലപ്പോഴും 24 MP 30 MP വരുന്ന ക്യാമറയും ചിലപ്പോൾ ഈ ക്ലാരിറ്റി തന്നെന്നിരിക്കില്ല. ഓക്കെ,
സോ അതാണ് ബ്രാൻഡ് വാല്യൂ ആണ് മെഗാ പിക്സലിലും അതിനുള്ളിലുള്ള സെറ്റിങ്സിലും ഫോണിലെല്ലാം കൊടുക്കുന്നത്. അല്ലാണ്ട് മെഗാ പിക്സൽ പണ്ടത്തെ ഒരു വാക്കായിരുന്നു മെഗാ പിക്സൽ എന്നൊക്കെ. ഇപ്പം മെഗാ പിക്സൽ ചില്ലറയായി. അതിപ്പോൾ ഒരു ബ്രാൻഡ് അനുസരിച്ചിട്ടായിരിക്കും ഒരു ഫോണിൻ്റെ മെഗാ പിക്സൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ലൈക്ക് ഞാൻ പേഴ്സണലി അങ്ങനെ നോക്കാറ്, ബ്രാൻഡാണ് നോക്കാറ്. അല്ലാണ്ട് ഇത്ര മെഗാ പിക്സലുള്ള ഫോൺ ഇത് ഏതാ കമ്പനിയാണെന്ന് നോക്കിയിട്ടായിരിക്കും പിന്നെ എടുക്കുക. ഫൈൻ. വിച്ച് ഫോൺ ഈസ് ബെറ്റർ ഫോർ ഫോട്ടോഗ്രാഫി? ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ ഏത് ഫോണാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫോൺ. അതെന്താണെന്നറിയോ, നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഏത് ഫോണിലും അടിപൊളി ഫോട്ടോസ് എടുക്കുക. ഈ ടാലൻറ്റ് ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും ഈ ടാലൻറ്റ് എങ്ങനെ ഉണ്ടാക്കുക ചേട്ടാന്ന്. ബട്ട് ടാലൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും കുറേ ഫോട്ടോ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടും കുറേ കാലങ്ങളായിട്ട് അങ്ങനെ വരുന്ന സംഭവമാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ കീപ് ക്രിയേറ്റിംഗ്, കീപ് ക്ലിക്കിംഗ്, അത്രേ ഉള്ളൂ. നമ്പർ 7, ടീച്ച് മീ ഫോട്ടോഗ്രാഫി. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ അല്ല കേട്ടോ. നമുക്കിപ്പോൾ കുറേ പഠിച്ചെന്ന് വെച്ച് നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫർ ആയി അങ്ങനെ പറയാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു റോഡാണ്, ലൈക്ക് എൻലെസ് റോഡാണ്. നമ്മൾ എത്രത്തോളം മുന്നിൽ പോകുന്നു അത്രത്തോളം നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് എപ്പോഴും ഒരു അറ്റത്ത് പോയി എത്തി ഞാൻ ഫുൾ ഫോട്ടോഗ്രാഫർ ആയി, ഞാൻ ഫുൾ പഠിച്ചു, അങ്ങനെ ഒരു ടേം ഇല്ല അതിനകത്ത്. ഓക്കെ, ഒരു ബുക്ക് പോലെയൊന്നുമല്ല. നമ്മൾ ഫുൾ ഒരു എൻലെസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ എത്രത്തോളം അടുത്തേക്ക് ചെല്ലുന്നു അത്രത്തോളം നമ്മൾ ടാലൻറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. നമ്പർ 8 ഈസ് ബെസ്റ്റ് ആപ്പ് ഫോർ ടേക്കിംഗ് ഫോട്ടോഗ്രാഫി ഇല്ലാന്ന് വെച്ചാൽ വീഡിയോഗ്രാഫി. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഒരു ഫോണിനകത്തേക്ക് നമ്മളൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഓൾറെഡി ഇൻബിൽട്ട് നമുക്കുണ്ട് ക്യാമറയുടെ ഒരു ആപ്പ്. ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഇൻബിൽട്ട് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻബിൽട്ട് അല്ലാത്ത നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് ആപ്പ് സ്റ്റോറിനകത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്തെടുക്കുമ്പോൾ ആ ഇൻബിൽറ്റിനകത്ത് നിന്ന് എന്തൊക്കെയാണോ കിട്ടുന്നത് അതിനെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ആപ്പിനകത്ത് വരിക. മനസ്സിലായില്ലേ? ഫോണിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, അതിനെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആപ്പിനകത്ത് കിട്ടുക. അല്ലാണ്ട് ഫോണിനകത്ത് കിട്ടുന്നതിനെ വേറെ കുറേ എക്സ്ട്രാ പുറത്തൊന്നും മിക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതിനകത്തുള്ള ഹാർഡ്വെയർ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡ്, 30 FPS എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിം. ഒരു 30 ഫോട്ടോ ചേർന്നിട്ടാണ് ഒരു സെക്കൻഡിൽ 30 ഫോട്ടോ ഇടുന്നതാണ് 30 FPS. FPS എന്ന് പറയുന്നത് ഫ്രെയിം പെർ സെക്കൻഡ്, അതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് വരിക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ് എല്ലാം 50 FPS, 50 ആയിരിക്കും, 60 ആയിരിക്കും, ലാസ്റ്റ് 24 ആയിരിക്കും. അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഫോൺ ഓൾറെഡി ഇൻബിൽഡ് എന്ന് പറയുന്നത് 30 FPS ആയിരിക്കും. അല്ല, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം കേട്ടോ. 30 FPS ആണെന്ന് വെച്ചോ. നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അതിനകത്ത് നിങ്ങൾക്ക് നമുക്ക് ഈ സ്ലോ മോഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത് 60 FPS ഇല്ല വെച്ചാൽ 120 FPS അത്ര റേഞ്ചിലേക്ക് പോയാൽ സ്ലോ മോഷൻ ചെയ്യാൻ പറ്റും. സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുക, 60 FPSലേക്ക് കൺവേർട്ട് ചെയ്യും ഈ 30 FPSനെ. ഓൾറെഡി അത് 30ൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിന് 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ സ്ലോ മോഷൻ ആവുന്നത് സ്റ്റക്ക് ആയിട്ടില്ല വെച്ചാൽ ഒരു ഫ്ലോയിൽ സ്ലോ മോഷൻ ആവില്ല. ഓക്കെ, അത് ചെറിയ വാല്യൂവിനോ വലിയ വാല്യൂക്ക് ആക്കുമ്പോൾ സ്റ്റക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ചെറിയ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, അതിനെ റീസൈസ് ചെയ്ത് വലുതാക്കുമ്പോൾ ക്ലാരിറ്റി കമ്മിയാവില്ലേ? അതേപോലെ തന്നെയാണ് വീഡിയോ 30 FPS എടുത്തിട്ട് 60 FPS സ്ലോ മോഷൻ ആക്കി മാറ്റുമ്പോൾ അതെങ്ങനെയായി പോകും. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻബിൽഡ് ആയിട്ട് ഫോണിനകത്ത് കിട്ടുന്ന ക്യാമറയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ. ഓക്കെ, കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. നമ്പർ 9, ഡു ഐ നീഡ് ടു ബൈ എ ട്രൈപോഡ്? ഇല്ലാന്ന് വെച്ചാൽ മാക്രോ ലെൻസ് ഇതൊക്കെ വേണം എനിക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാൻ? അതാണ് ചോദ്യത്തിൻ്റെ പൊരുൾ. സത്യം പറയാലോ, അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടാതെയല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഫോട്ടോസ് എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനസ്സിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. ഓക്കെ, ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് വെച്ചാൽ ഇതൊന്നും എസെൻഷ്യൽ അല്ല, നിർബന്ധമല്ല. പക്ഷെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാം, അത്രേ ഉള്ളൂ. ഫൈനലി, ഐ ടേക്ക് ഗുഡ് ഫോട്ടോസ് ബട്ട് ഐ കാൺറ്റ് ഗെറ്റ് ഫേമസ്. നെയ്തർ ഐ ആം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഫോട്ടോ എടുക്കുന്നത് പബ്ലിക്കിനെ അറിയിക്കണം. ലൈക്ക് ഇപ്പോൾ 2019 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2019, നിങ്ങൾ ചിലപ്പോൾ അടുത്ത കൊല്ലം കാണുമ്പോൾ 2019 തന്നെയായിരിക്കും. സ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ജനറേഷനിൽ എന്തോരം മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് അറിയോ?
ലൈക്ക് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു 80% ആൾക്കാരും മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? ലൈക്ക് എല്ലാവരും ഫോട്ടോസ് എടുക്കും, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഫോട്ടോസ് എടുക്കും. സോ ഇത്രത്തോളം ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ എങ്ങനെ അതിൻ്റെ അകത്ത് പോയിട്ട് ഫേമസ് ആവാൻ പറ്റും? അതൊന്ന് ആലോചിച്ച് നോക്കുക. സോ ഇത്രത്തോളം ആൾക്കാർ കഷ്ടപ്പെട്ട് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഡെയിലി ആയിരക്കണക്കിന് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് നമ്മുടെ ഫോട്ടോസ് ഒന്ന് വൈറലാവണ്ട, കുറച്ച് 4 പേര് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സോ ഇവരൊന്നും ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യണം. മീൻസ് അവരുടെ ഫോട്ടോസിൽ ഒന്നും ഇല്ലാത്ത കാര്യം നമ്മുടെ ഫോട്ടോയിൽ ഉണ്ടാവണം, എന്നാലേ 4 പേര് കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ദ എന്താ പറയുക, ഒരു തിയറി, ഒരു വേ ഓഫ് ഗെറ്റിംഗ് ഫേമസ്. അവരുടെ ഇല്ലാത്തത് നമ്മുടെ ഉണ്ടാവണം. സോ ആ എന്താണെന്ന് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു. സോ നിങ്ങളെല്ലാവരും ചെയ്യും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ലൈക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തീമാവും. തീം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡുലേഷൻ വേണം. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് എല്ലാം ബ്ലാക്കാണ്. ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ബ്ലാക്ക് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഫോട്ടോസ് എല്ലാം ഒരു ബ്ലാക്കിഷ് ഫോട്ടോസാണ്. ഓക്കെ, സോ അതുപോലെ കുറേ പേര് എന്നോട് ചോദിച്ചു. പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ഫോട്ടോസ് തനിയായിട്ട് അറിയും. കുറേ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോസിൽ കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിലും ബട്ട് അവൻ്റെ ഫോട്ടോസ് പ്രത്യേകിച്ച് ഇത് ഇന്നാളുടെ ഫോട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു തീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെവൽ വരെ നമുക്ക് ഫേമസ്, നമുക്ക് കുറച്ച് പേര് അറിയും. ഇപ്പം എനിക്ക് ഒരു ഫോട്ടോഗ്രാഫറിനെ എങ്ങനെ മൊബൈൽ ഫോട്ടോഗ്രാഫറിനെ അറിയും വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എടാ അവൻ്റെ ഫോട്ടോ മൊബൈൽ എടുക്കുന്ന ഫോട്ടോ ആണ്, അവൻ്റെ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്, അവനെന്താ ചെയ്യണമെന്നൊന്നും മനസ്സിലാവണ്ട, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ടോക്ക് വരും. സോ അവനറിയും, ഞാനറിയും, അങ്ങനെ അവൻ വേറെ, അങ്ങനെ ഒരു സംഭവം. മനസ്സിലായില്ലേ? സോ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ വെൽ, ദാറ്റ് വാസ് മൈ പ്രിപ്പയർഡ് സ്പീച്ച്. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇവനെന്തോ ഒന്നും ഓപ്പണായിട്ട് പറയാത്തത്, ഇവനെന്തോ മൊത്തത്തിലൊന്നും ഓപ്പൺ ചെയ്ത് പറയാത്തത്. ലൈക്ക് ഇവനോട് ഫോണൊന്നും ചോദിച്ചില്ലുള്ളൂ, ഏത് ഫോണാണ് ഫോട്ടോഗ്രാഫിക്ക് ബെറ്റർ എന്ന്. ഇവനപ്പോൾ പറയാ നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണോ ഫോട്ടോഗ്രാഫിക്ക് ബെറ്റർ എന്ന്. ഇവന് 2 ഫോണിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനിപ്പോൾ iPhone 10 ഇല്ലാച്ച സാംസങ് S10 OnePlusൻ്റെ ഇന്ന സീരീസ് ഇതെടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന എനിക്ക് നിങ്ങളോട് വേണമെങ്കിൽ പറയാം. ഇന്ന ഫോണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോവാം. ഞാൻ വേണമെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന ചാനലിൽ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന ഫോണാണ് ബെറ്റർ എന്ന്. സോ ഞാൻ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെന്നൊക്കെ വിചാരിക്കും. ബട്ട് എന്താ പറ്റുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പോയിന്റ് വരും, ഇന്ന ഫോൺ എടുത്തെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഫോട്ടോഗ്രാഫർ ആവാം. സോ നിങ്ങളുടെ എയിം അതന്നെ ആയിരിക്കും, ഇന്ന ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി ഫോട്ടോസ് എടുക്കാം. സോ നിങ്ങളുടെ എയിം ചിലപ്പോൾ ആ ഫോൺ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ആ ടൈമിലെല്ലാം നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആണ്. അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയും. സോ നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കും. നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിലാണെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല, എനിക്ക് ഇന്ന ഫോൺ കിട്ടിയാലും എനിക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പോൾ ഉള്ള ഫോണ് പോരാ, അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അകത്തിൽ നിന്ന് ഒരു സീരിയസ്നെസ് വരില്ല. ചുമ്മാ ഫോട്ടോ എടുക്കും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, അല്ലാണ്ട് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അങ്ങനത്തെ ഒരു സീരിയസ്നെസ് വരില്ല. അങ്ങനെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് ആ ഫോൺ കിട്ടിയാൽ മാത്രമേ വരുള്ളൂ എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ കിട്ടിയെന്ന് വിചാരിക്കും, പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അഫ്കോഴ്സ് മെഗാ പിക്സൽ എല്ലാം വലുതായതുകൊണ്ട് ആ ഫോൺ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണും ആ ഫോണും ചിലപ്പോൾ വലിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ഡ്രീം ഫോണും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണും നമ്മൾ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീം ഫോൺ തന്നെയാണെന്ന് വെച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോ നിർത്തിയിട്ട് പൊയ്ക്കോളൂ, കുഴപ്പമില്ല. ബട്ട് ഞാൻ ഇപ്പോൾ ഫോണ് കുറേ പേര് ഡ്രീം ചെയ്തിരിക്കുന്നതാണ്, ഇന്ന ഫോൺ കിട്ടി എനിക്ക് നല്ല ഫോട്ടോ എടുക്കായിരുന്നു. അങ്ങനെ ഡ്രീം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ സ്പെഷ്യൽ പാട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ട്. ഓക്കെ, അപ്പോൾ ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടും. കാരണം മെഗാ പിക്സൽ കൂടുതലാണ്, അപ്പേച്ചർ എക്സ്പോഷർ അതെല്ലാം അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഫോണിനകത്ത് സ്ലോ മോഷനൊക്കെ പെടയായിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ കഴിവല്ല, അതൊക്കെ ഫോണിൻ്റെ കഴിവാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫോണിൻ്റെ ടാലൻ്റാണ് സ്ലോ മോഷൻ കൺട്രോൾ ചെയ്യുന്നത്. സ്ലോ മോഷൻ ഇത്ര ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന മെഗാ പിക്സൽ കൂടുതലുള്ളതും എല്ലാം ഫോണിൻ്റെ കഴിവാണ്, അല്ലാതെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കഴിവല്ല. നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന കഴിവ് എവിടെ വരിക എന്ന് വെച്ചാൽ ചെറിയ കാര്യത്തിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കഴിവ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ.
സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിനേക്കാളും ചെറിയ ഫോൺ, അല്ലാതെ നമുക്ക് ചെറിയ മെഗാ പിക്സൽ ഉള്ളത്, ചെറിയ വിലയുള്ള ഫോൺ മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ എടുക്കുന്നതിനേക്കാളും നല്ല ഫോട്ടോസ് അവരെടുക്കുന്നുണ്ടാവാം അല്ലേ? അതെങ്ങനെയപ്പോൾ പറ്റുണ്ടാവുക? നിങ്ങളിപ്പോൾ വേറെ വലിയ വലിയ ഫോൺ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ അതൊന്നും ഒരു ശാശ്വതമല്ല. ലൈക്ക് നിങ്ങളുടെ ടാലൻ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കയ്യിലുള്ള സാധനം കൊണ്ട് എന്താണോ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് ടാലൻറ്റ്. മാക്സിമം അതിനകത്തുനിന്ന് മാക്സിമം നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും അവിടെ നമ്മുടെ ടാലൻറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ബെറ്റർ ആവും. അല്ലാതെ എനിക്കത് കിട്ടിയാൽ മാത്രമേ ഞാൻ ബെറ്റർ ആവുള്ളൂ എന്നില്ല. കിട്ടിയാൽ ഓഫ്കോഴ്സ് ബെറ്റർ ആവും. യു ഗോട്ട് വാട്ട് ഐ മീൻ. സോ ഇപ്പോൾ കയ്യിലുള്ള ഫോണിൽ നിന്ന് മാക്സിമം നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വലിയ ഫോണോ വലിയ ക്യാമറയോ SLR DSLR കിട്ടുമ്പോൾ അതിന് നമുക്ക് മാക്സിമം ഉണ്ടാക്കാം. മീൻസ് അപ്പോൾ ഈ നമുക്കിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ടാലൻറ്റും ഈ പ്രാക്ടീസും അതിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഡബിളായി. നമ്മളിപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അത് കിട്ടട്ടെ പറഞ്ഞ് പിന്നെ തുടങ്ങുമ്പോൾ പിന്നെയും ഒന്നേന്ന് മുതൽ തുടങ്ങുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ തന്നെ ഇതിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിന്ന് ടാലൻറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് എത്തുമ്പോൾ ഈ ടാലൻറ്റും കൂടി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.